വെൽക്കം ഓൾ. യു ജി സി നെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും യു ജി സി നെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയുന്നവരായിരിക്കാം. ചില ആൾക്കാർ ആദ്യമായിട്ട് നെറ്റ് എഴുതുന്ന ആൾക്കാരുണ്ടാവാം. അപ്പൊ എന്താണ് നെറ്റിന്റെ പ്രസക്തി എന്നും നമുക്കിപ്പം നെറ്റ് കമ്മിങ് ആയിട്ട് നമുക്ക് തൊട്ടടുത്തായിട്ട് വരുന്ന ഡിസംബറിലുള്ള നെറ്റാണ് നമുക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന നെറ്റ്. അപ്പൊ ആ നെറ്റ് എക്സാമിന്റെ പ്രസക്തി എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് നമ്മൾ സാധാരണ ഒരു പി എസ് സി എക്സാം പഠിക്കുന്ന പോലെ ആണോ ഇത് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വെബിനാറിൽ നിങ്ങളോട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് നെറ്റ് ക്വാളിഫൈ ചെയ്ത JRF ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഫാക്കൾട്ടി ലൈനപ്പിലുള്ളത്. അവരാണ് നിങ്ങളോട് ഇന്ന് ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് തരുന്നത്. അപ്പൊ ഈ വെബിനാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിനകത്ത് ഒരു 90% ആൾക്കാരും ഇപ്പം തൊട്ട് മുന്നേ കഴിഞ്ഞ HSST പോലുള്ള പ്രോഗ്രാമർ പോലുള്ള AP പോലുള്ള കുറെ എക്സാമ്പിളൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്, അത് എഴുതാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ നെറ്റിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നമുക്കൊരു AP-യുടെ നോട്ടിഫിക്കേഷൻ കുറെ നാളായിട്ട് പെൻഡിങ് ആയിട്ടുണ്ട്. അതായത് ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷനിലുള്ള നമ്മുടെ ആർട്സ് കോളേജിലേക്കുള്ള എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ആർട്സ് കോളേജിലേക്കുള്ള ഒരു AP-യുടെ നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റ് തീർന്ന് കിടക്കുവാണ്. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും വരാം എന്നൊരു രീതിയിലൊക്കെയാണ്. ഇപ്പം വരും, അല്ലെ നമ്മളിപ്പോൾ നെറ്റിന്റെ ക്ലാസ് തുടങ്ങുന്നത് അടുത്ത ആഴ്ച വരുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ അഥവാ ചിലപ്പോൾ നെറ്റ് നിങ്ങൾ പഠിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ അത് വന്നെന്നിരിക്കും. എങ്കിൽ പോലും നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ അടുത്തോട്ട് ഒരു എക്സാം വരുമ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ അത് നിങ്ങളെ ഒന്ന് നിങ്ങൾക്കൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഈ AP എക്സാമിന് അത്യാവശ്യം പ്രായം ഒരു പ്രശ്നമല്ലാത്ത രീതിയിലാണ് അതിന്റെ ഏജ് വരുന്നത്. നമ്മൾ നോർമലി PSC എഴുതുമ്പോൾ 36 വയസ്സ് വരെ ആണെങ്കിൽ APക്ക് അങ്ങനെയല്ല പ്രായപരിധി ഉള്ളത്. APക്ക് പ്രായം കുറച്ചുകൂടെ നമുക്ക് പ്രായത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് AP എക്സാം. സോ അതൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ അത് കൂടാതെ തന്നെ നിങ്ങൾ കുറെ ആൾക്കാരെങ്കിലും ഇപ്പൊ ഈ നടന്ന എക്സാം എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളൊരു ടച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പൊ നമ്മളൊരു HSST പോലെ ഒരു എക്സാം അല്ലെങ്കിൽ PSC എക്സാം ഒക്കെ പഠിച്ച് കുറെ സബ്ജക്റ്റ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കുറെ ആൾക്കാർ ഏകദേശം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവരുണ്ടെന്ന് അറിയാം. സോ അത് ആ പ്രിപ്പറേഷൻ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ലെവൽ കൂട്ടിയാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് വരുന്ന ഈ പറഞ്ഞ നെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് നിങ്ങൾ ഫ്രഷറായിട്ട് തുടങ്ങുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് കുറച്ചൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കണ്ടന്റിനെ PSC ഓറിയന്റഡിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു നെറ്റ് ഓറിയന്റഡിലോട്ട് മാറ്റി ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത രീതി, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി തന്നെയാണല്ലോ. നമ്മളിപ്പോൾ ഒരിക്കലും ഇത് ഭയങ്കര ഈസി ആയിട്ട് കിട്ടുമെന്ന് ഒരിക്കലും പറയുന്നില്ല. എങ്കിലും നിങ്ങൾ ഈ ടച്ചിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് നിങ്ങൾ സാധാരണ എടുക്കേണ്ട എഫേർട്ടിന്റെ പകുതി എഫേർട്ട് ഇട്ടാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കിത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ JRFന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം സമയം കളയുന്നില്ല, നമ്മുടെ ഫാക്കൾട്ടീസിനെ നമ്മൾ വെബിനാറിലോട്ട് വിളിക്കുകയാണ്, സ്വാഗതം ചെയ്യുന്നു. വിഷ്ണു സാറാണ് നമ്മുടെ പേപ്പർ എയെ പറ്റി, നിങ്ങളെ ഫസ്റ്റ് പേപ്പറിനെ പറ്റി നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വിഷ്ണു സാറാണ്. സാറ് JRF ഹോൾഡർ ആണ്. സാറ് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തി തരും. സാറിനെ ക്ഷണിക്കുകയാണ്. വെൽക്കം സാർ. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് UGC നെറ്റ് എക്സാമിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിന്റെ കൂടെ തന്നെ ഈ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി മുന്നോട്ട് വെക്കേണ്ടതെന്ന് കൂടി നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് UGC നെറ്റ് എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബേസിക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് UGC നെറ്റ് എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ട ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് UGC നെറ്റ് എക്സാമിലൂടെ ലഭിക്കുന്നത്. UGC 80-ൽ പരം സബ്ജക്റ്റിൽ നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിലും എക്സാം എഴുതിയ കാൻഡിഡേറ്റ്സിന്റെ ടോപ്പിൽ വരുന്ന 6% കാൻഡിഡേറ്റ്സിനാണ് അസിസ്റ്റന്റ് പ്രൊഫസർ അഥവാ നെറ്റ് ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. അതേപോലെ തന്നെ ടോപ്പിൽ വരുന്ന 1% കാൻഡിഡേറ്റ്സിന് അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷന്റെ കൂടെ തന്നെ നെറ്റിലെ കൂടെ തന്നെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അഥവാ JRF കൂടി ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ JRF ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയില് ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലും ഗവൺമെന്റ് ഫെലോഷിപ്പോട് കൂടിയിട്ട് നമുക്ക് PhD ചെയ്യാനുള്ള ഒരു അവസരമാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് മന്ത്ലി 40,000 പ്ലസ് വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ അതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു എക്സാം, അതായത് UGC നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്.
യൂഷ്വലി വർഷത്തിൽ 2 തവണയാണ് നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ജൂൺ സെക്ഷനും ഉണ്ട്, ഡിസംബർ സെക്ഷനും ഉണ്ട്. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക? എന്താണ് UGC പറയുന്ന മിനിമം യോഗ്യത? പോസ്റ്റ് ഗ്രാജുവേഷനിലെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 55% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഇനി റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 50% മാർക്ക് മിനിമം സ്കോർ ചെയ്തിട്ടുണ്ടാവണം. അതായത് OBC SC ST ഒക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 50% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഇനി ഇവിടെ വേറൊരു ഡൗട്ട് വരാം, ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റുമോ? അവർക്കും എഴുതാം. ഇപ്പം PG സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും ഈ നെറ്റ് എക്സാം എഴുതാം. ഇനി ആ ഒരു സമയത്ത്, അതായത് നെറ്റ് അവർ PG പഠിക്കുന്ന സമയത്ത് അവർ നെറ്റ് ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ UGC പറയുന്ന ഈ യോഗ്യത അവർ നേടിയെടുത്താൽ മതി. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി ഏജ് ലിമിറ്റിന്റെ കാര്യമാണ്. അതായത് നമ്മൾ നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ഏജ് ലിമിറ്റ് ഇല്ല. ഇനി നമ്മൾ JRF-നും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മാക്സിമം ഏജ് ലിമിറ്റ് ഉണ്ട്, അത് 30 വർഷമാണ്. അതായത് 30 ഏജ് 30 വയസ്സ് വരെ എത്തുന്നവർക്ക് JRF-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ റിസർവ്ഡ് കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്, അതായത് അവർക്ക് 35 വയസ്സ് വരെ അവർക്ക് ഈ JRF-ന് അപ്ലൈ ചെയ്യാം. ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ നെറ്റിന്റെ മാർക്ക് PhD അഡ്മിഷന് വേണ്ടിയിട്ടും എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഇനി എക്സാം സ്ട്രക്ചർ ആണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ബേസിക്കലി 2 പേപ്പറാണ് ഈ എക്സാം നടത്തുന്നത്. ഒന്ന് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് സബ്ജക്ട് സ്പെസിഫിക് പേപ്പറാണ്. അതായത് കാൻഡിഡേറ്റ് ഏത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഏത് സബ്ജക്റ്റിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് അതായിരിക്കും പേപ്പർ 2. പേപ്പർ 2 ഏതായാലും ജനറൽ പേപ്പർ കോമൺ ആയിരിക്കും. അതായത് എല്ലാവർക്കും ഈ ജനറൽ പേപ്പർ അഥവാ പേപ്പർ 1 എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും, സെയിം സിലബസ് ആയിരിക്കും. ഇനി പേപ്പർ 1ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം, ടോട്ടല് 100 മാർക്കാണ് പേപ്പർ 1. ഇനി പേപ്പർ 2ലേക്ക് വരുമ്പോൾ അവിടെ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതം, ടോട്ടൽ 200 മാർക്കാണ് പേപ്പർ 2ന്റെ മാർക്ക്. ഇനി ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് 300 മാർക്കിലാണ് ഈ എക്സാം നടക്കുന്നത്. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകളെ പോലെ ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കാരണം നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഓക്കെ, ഇനി എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് യൂഷ്വലി നടക്കാറ്. കഴിഞ്ഞ ഒരു തവണ മാത്രം NTA അത് OMR ഷീറ്റ് എക്സാം ആക്കി, പക്ഷെ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അവർ വീണ്ടും ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എക്സാം സ്ട്രക്ചറിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ഇവിടെ ഒരു ക്വാളിഫൈങ് മാർക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഈ എക്സാം എഴുതുമ്പോൾ നമുക്ക് ഈ പേപ്പർ 1ലും പേപ്പർ 2വും കൂടി ജനറൽ കാറ്റഗറി ആണെങ്കിൽ 40% മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഇനി അതർ റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ അഗ്രിഗേറ്റ് ആയിട്ട് 35% മാർക്കിന് അവർ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ ഈ മാർക്ക് സ്കോർ ചെയ്തത് കൊണ്ട് മാത്രം അവർക്ക് നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈഡ് ആവണമെന്നില്ല. അപ്പൊ എങ്ങനെയാണ് നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫിക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ടോപ്പിൽ വരുന്ന ഒരു സബ്ജക്റ്റില് എക്സാം എഴുതി അതിൽ ഏറ്റവും ടോപ്പ് മാർക്കിൽ വരുന്ന 6% കാൻഡിഡേറ്റ്സിനാണ് അസിസ്റ്റന്റ് പ്രൊഫസറുടെ എലിജിബിലിറ്റി കിട്ടുന്നത്. ഇനി ഇതേ എക്സാമില് 1% കാൻഡിഡേറ്റ്സിനാണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷന് കൂടെ JRF-ഉം കൂടി കിട്ടുന്നത്, അഥവാ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും കൂടി കിട്ടുന്നത്. അപ്പൊ മിനിമം ഇപ്പൊ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 40% അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റിക്ക് വേണ്ടി പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കാം. നമ്മൾ എപ്പോഴും ഈ ഒരു പെർസെന്റേജിന് മേലെ മാർക്ക് സ്കോർ ചെയ്യാൻ എപ്പോഴും ട്രൈ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ ആണല്ലോ അല്ലെ? ഇനി എങ്ങനെയാണ് നമ്മൾ ഈ എക്സാമിന് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത്? അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിലബസ്. അതായത് NTA
പേപ്പർ 1-നും പേപ്പർ 2-നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിലബസിന്റെ ബേസിലുള്ള ഒരു പഠനമാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതായത് നമ്മളൊരു ബൗണ്ടറിയിൽ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പഠനം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നടത്തേണ്ടത്. അപ്പൊ പേപ്പർ 1-ഉം ഉണ്ട്, പേപ്പർ 2-ഉം ഉണ്ട്. പേപ്പർ 2-ന്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രിയിലും PG-യിലും പഠിച്ച കാര്യങ്ങളാണ് അതിന്റെ സിലബസിലുള്ളത്. എന്നാൽ പേപ്പർ 1-ലേക്ക് വരുമ്പോൾ പുതിയതായിട്ട് എക്സാം എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പേപ്പർ 1-ലെ ടോപ്പിക് എന്ന് പറയുന്നത് അവർക്ക് പുതിയ കാര്യങ്ങളായിരിക്കും. അപ്പം ഈ പേപ്പർ 1-ലെ ടോപ്പിക്കിലെ ഓരോ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് വെച്ച് പഠിച്ച് ഒരു നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതിന് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വേണം നമ്മൾ ഈ പഠനം മുന്നോട്ട് പോകാൻ. ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി നമ്മൾ സിലബസ് ഒക്കെ വെച്ച് പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചു, പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് എക്സാമിന് നല്ലപോലെ എഴുതാൻ പറ്റണമെന്നില്ല. അപ്പൊ അവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സിലബസ് ഉണ്ടല്ലോ, ഈ പേപ്പർ 1-ന്റെ പേപ്പർ 2-ന്റെ സിലബസ്, ഇതിൽ മാറ്റം വന്നത് 2018-ലാണ്. അപ്പൊ അവിടെ ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 2018 വരെ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത് CBSE എന്ന് പറയുന്ന ഒരു ഏജൻസി ആയിരുന്നു. അപ്പൊ അതുവരെ ഇതൊരു OMR ഷീറ്റ് എക്സാം ആയിരുന്നു. 2018-ന് ശേഷം ഈ എക്സാം നടത്തിപ്പ് NTA ഏറ്റെടുത്തു. അപ്പൊ അതിനുശേഷമാണ് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ട് മാറിയത്. അപ്പൊ ഈ NTA ഏറ്റെടുത്ത അന്ന് മുതൽ നെറ്റിന്റെ സിലബസിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതേപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയ അന്ന് മുതൽ ഈ നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ വലിയ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. കാരണം കുറെ ആളുകളൊക്കെ എക്സാം എഴുതാൻ തുടങ്ങി. അപ്പം ഇത് കുറച്ചും കൂടി ടഫായി മാറാൻ തുടങ്ങി. അപ്പം നമ്മൾ സിലബസ് വെച്ച് പഠിച്ച് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ സിലബസിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച ഓരോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2018-ന് ശേഷം വന്നിട്ടുള്ള എക്സാമിലെ ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അനലൈസ് ചെയ്യണം. അപ്പൊ അതിലൂടെ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ആയി വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേണുകളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ആ ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാനും നമുക്ക് ഒരു അവസരമാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യണം. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിലും ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ആ കാര്യം അറിഞ്ഞിരിക്കുക. ദെൻ മൂന്നാമത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത്, പലരും എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഇതുവരെ എഴുതിയിട്ടില്ല. ഇപ്പം ആദ്യമായിട്ട് എഴുതുന്ന സമയത്ത് അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ചില ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർ പറയാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ മാക്സിമം ഓൺലൈൻ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാം എഴുതുന്ന സ്പീഡും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സ്പീഡും ആക്യുറസി ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ ഏറ്റവും അവസാനമായിട്ട് വേണ്ടത്, നമ്മൾ ഈ സിലബസ് അനുസരിച്ച് പഠിച്ചു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തു, മോക്ക് ടെസ്റ്റുകളൊക്കെ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്തു. ദെൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന പോയിന്റ്സുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക എന്നുള്ളതും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ക്ലിയർ ആണല്ലോ അല്ലെ? ആദ്യം സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യാം. പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യാം, അത് അറ്റംപ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ അതിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യാം. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് റിവിഷൻ നടത്തുക. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഇനി പേപ്പർ 1-നെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു പേപ്പർ 1-ഉം പേപ്പർ 2-ഉം ഉണ്ടെന്ന് പറഞ്ഞു. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആണ്. അതായത് ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഈ പേപ്പറിന്റെ സിലബസ് സെയിം ആയിരിക്കും. അപ്പൊ ഈ ജനറൽ പേപ്പറിനും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്. അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അവർക്ക് 40% മാർക്ക് അവർ സ്കോർ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അതിന് മേലെ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. അതർ റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ SC/ST OBC പോലുള്ള നോൺ ക്രിമിനൽ പോലുള്ള റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ ഒരു മിനിമം 35% മാർക്ക് അല്ലെങ്കിൽ എബോ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇതുകൊണ്ട് മാത്രം അവർ നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈഡ് ആവണമെന്നില്ല. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്,
നമ്മൾ പേപ്പർ 1 എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നോ അത്രയും നമ്മളെ JRF അല്ലെങ്കിൽ നെറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക. ഓക്കെ, പലരും അവരുടെ പേപ്പർ, അതായത് പേപ്പർ 2 അവർ നന്നായിട്ട് പഠിച്ചിട്ട് പോകും, പേപ്പർ 2 അവര് ഓവർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ പേപ്പർ 1 നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് നെറ്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് JRF ക്വാളിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ പേപ്പർ 1 ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ പേപ്പർ 1 സിലബസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ടും 10 യൂണിറ്റുകളാണ് വരുന്നത്, അല്ലെങ്കിൽ 10 ടോപ്പിക്കുകളാണ് വരുന്നത്. ആ 10 ടോപ്പിക്കിൽ ഓരോ ടോപ്പിക്കിനും 5 മാർക്ക് വീതം 5 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്. അങ്ങനെ 5 ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 10 മാർക്ക് ഓരോ സെക്ഷനിലും ചോദിക്കും. ഓരോ സെക്ഷനിലും ചോദിക്കുക എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി ഈ ഒരു ടോപ്പിക്ക് ഞാനൊന്ന് വായിക്കാം. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റിസർച്ച് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റീസണിങ് ഉണ്ട്, ലോജിക്കൽ റീസണിങ് ഉണ്ട്, നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്കൽ റീസണിങ് ആണ് കേട്ടോ. ദെൻ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, ദെൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പീപ്പിൾ ആൻഡ് എൻവിറോൺമെന്റ്, ദെൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ ഇങ്ങനത്തെ 10 ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. ഇത് ഞാൻ കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ 3 ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് തിയറി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലുള്ളത് കോംപ്രഹെൻഷൻ ആണ്, റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. മൂന്നാമത്തത് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വേണ്ട ഏരിയാസ് ആണ്. അതിൽ മാത്തമാറ്റിക്കൽ റീസണിംഗ് ഉണ്ട്, ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തത് കേട്ടോ. ഈ 10 യൂണിറ്റിൽ 6 യൂണിറ്റ് എന്ന് പറയുന്നത് തിയറി ബേസ്ഡ് ആണ്, ഒന്ന് റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ട്, ദെൻ 3 ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് കാൽക്കുലേഷൻസും ലോജിക്കലായിട്ടുള്ള എബിലിറ്റിയും തിങ്കിങ് എബിലിറ്റി ഒക്കെ വേണ്ട ഏരിയാസ് ആണ്. നമ്മൾ ഈ ഓരോ സെക്ഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. അതിൽ ആദ്യത്തെ സെക്ഷനാണ് നമ്മൾ പറഞ്ഞു തിയറി ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പൊ അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉണ്ട്, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവിറോൺമെന്റ് ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇത് മുഴുവൻ എന്താണ്, തിയറി ബേസ്ഡ് ടോപ്പിക്കുകളാണ്. അതായത് ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് NTA പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിലബസ് വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അതൊന്ന് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റംപ്റ്റ് ചെയ്താൽ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഏത് ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ ഒന്ന് പറയാം. ഒന്നാമത്തത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതായത് ടീച്ചിങ്ങിലുള്ള എബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത്. അതിൽ വരുന്നത് ടീച്ചിങ്ങിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ലെവൽസ് ഓഫ് ടീച്ചിങ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ടീച്ചിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, മെത്തേഡ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, ഇവാലുവേഷൻ സിസ്റ്റം, അങ്ങനെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത് പ്രധാനമായിട്ട്. അപ്പൊ അവിടെ റിസർച്ചിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ മെത്തേഡ് ഓഫ് റിസർച്ച്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, റിസർച്ച് എത്തിക്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. ദെൻ അടുത്ത ഏരിയയിൽ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതും തിയറി ബേസ്ഡ് ആണ്. അതായത് ക്ലിയർ ആയിട്ടുള്ള സിലബസ് ഉണ്ട്, നമുക്ക് അതിന്റെ ബേസിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ മതി. കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ടും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് പോലുള്ള കാര്യങ്ങൾ, മീഡിയ കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് കമ്പ്യൂട്ടർ അഭിരുചി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ, അതായത് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതും നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഈ പറയുന്ന ഏരിയയിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഇന്റർനെറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, ഹയർ എഡ്യൂക്കേഷനിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ദെൻ അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവിറോൺമെന്റ്. അവിടെ എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്.
അതായത് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇന്റർനാഷണൽ ത്രെറ്റീസ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതും പ്രോപ്പർ ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. അതായത് ഇന്ത്യയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിലുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ഇന്ത്യയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, ഗവൺമെന്റിന്റെ ഹയർ എഡ്യൂക്കേഷൻ പോളിസീസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു 6 ടോപ്പിക്കിനും പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് ഉണ്ട്. ആ സിലബസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനം നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ ഈ സിലബസിന്റെ ബേസിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്ത് MCQ ഒക്കെ അറ്റംപ്റ്റ് ചെയ്താൽ, നമ്മൾ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റംപ്റ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇനി അടുത്ത സെക്ഷനിൽ ഞാൻ പറഞ്ഞത് റീഡിംഗ് കോംപ്രഹൻഷൻ ആണ്. റീഡിംഗ് കോംപ്രഹൻഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തരും, അല്ലെങ്കിൽ ഒരു പാസേജ് തരും. ദെൻ ആ പാസേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. ദെൻ ഈ പാസേജ് നിങ്ങൾ വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം അല്ലെ? അപ്പൊ ഇതിന് സിലബസ് ഒന്നുമില്ല. ഇതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും റീഡിംഗ് കോംപ്രഹൻഷൻ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന അന്ന് മുതൽ ഓരോ റീഡിംഗ് കോംപ്രഹൻഷൻ പ്രോബ്ലംസ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു പാരഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് 5 ചോദ്യം ഉണ്ടാവും. ഈ പാരഗ്രാഫ് പ്രോപ്പർ ആയിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ 5 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ 10 മാർക്ക് ഈ ഒരു ഏരിയ തന്നെ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യാം, നിങ്ങളെ വെക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങളെ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള നോളേജ് പരമാവധി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തു നിന്ന് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു വഴി. ഓക്കെ, ഇനി ലാസ്റ്റ് സെക്ഷൻ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വേണ്ട ഒരു ഏരിയ ആണ്. അവിടെ മാത്തമാറ്റിക്കൽ റീസണിങ് ഉണ്ട്, ലോജിക്കൽ റീസണിങ് ഉണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അപ്പം മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതായത് നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ കുറച്ച് പ്രോബ്ലം ഏരിയാസ് കൂടി ആ സിലബസിലുണ്ട്. അതായത് ഇപ്പൊ പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പോലുള്ള കുറച്ച് പ്രോബ്ലം വരുന്ന ഏരിയാസും ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ആൻസേഴ്സ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ മാക്സിമം ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. ദെൻ അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ്ങിന് പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് ഉണ്ട്. അപ്പൊ ആ സിലബസിന്റെ ബേസിൽ ഒരുപാട് കോൺസെപ്റ്റുകളെ കുറിച്ച് നമുക്ക് അതിൽ അറിയാനുണ്ട്. ഈ ലോജിക്കൽ റീസണിങ്ങിന്റെ സിലബസ് വെച്ച് ഒരുപാട് കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിൽ നിന്നുള്ള പ്രോബ്ലംസ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഈ അടുത്ത കാലത്തായിട്ട് NTA പുതിയൊരു കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്ന പുതിയൊരു ഭാഗം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്നത് കുറച്ച് പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ ഉണ്ടായിരുന്ന ലോജിക്കൽ സിസ്റ്റത്തെ കുറിച്ചാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ഇതിൽ അറിയണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ഒരു ഭാഗത്തു നിന്ന്. അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഈ എക്സാം എഴുതുന്ന പല ആളുകളും പറയുന്ന ഒരു ടഫാണെന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അതായത് നിങ്ങൾക്ക് ഒരു ഡാറ്റ തരും, ഒരു ന്യൂമറിക്കൽ ഡാറ്റ തരും. അത് ചിലപ്പോൾ ടേബിൾ ആയിട്ടായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ചാർട്ടായിട്ടായിരിക്കും, അതായത് ബാർ ചാർട്ടോ പൈ ചാർട്ടോ ആയിട്ടായിരിക്കാം. ദെൻ ആ ചാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. ഈ ചാർട്ട് അനലൈസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അപ്പൊ ഇത് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. നമുക്ക് 3 മണിക്കൂറാണുള്ളത് നമ്മുടെ ജനറൽ പേപ്പറിനും
അതേപോലെ നമ്മൾ സബ്ജക്ട് പേപ്പർ എഴുതാൻ വേണ്ടിയിട്ട് എക്സാമിൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറാണുള്ളത്. അപ്പം ഈ ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒരുപാട് ടൈം ആവശ്യമുണ്ടെന്നുള്ളത് ഒരു പ്രോബ്ലം ആയിട്ട് പറയാറുണ്ട്. അപ്പം അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം മാക്സിമം പ്രാക്ടീസ് ചെയ്ത് മാത്രമാണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ നമ്മൾ റീഡിംഗ് കോമ്പ്രഹൻഷൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ടെങ്കിലും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പ്രോബ്ലംസ് ചെയ്താൽ അതിനോട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന ഈ 3 ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അത് അധികം ആളുകളും നമുക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ് ഈ 3 ഏരിയ. അപ്പോൾ ഇതില് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പൊ അതിലൂടെ നമുക്കിതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പലരും ആൻസർ ചെയ്യാത്തൊരു ഏരിയ ആയിരിക്കാം ഈ 3 ഏരിയ. അപ്പൊ ഇതിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് എന്താണ് നെറ്റ് എക്സാം എന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ പേപ്പർ 1നെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഡിസംബറിലേക്കുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് സിലബസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, അതിലൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഈ സ്ട്രാറ്റജിയിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ഒരു നെറ്റ് എക്സാം നമുക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റും. നെറ്റ് എക്സാം അല്ല JRFനെ ക്വാളിഫൈഡ് ആവാൻ പറ്റും. അപ്പൊ അതിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹായ് ഓൾ. പിന്നെ അപ്പോൾ പേപ്പർ 1ന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പേപ്പർ 2 നമ്മുടെ ഏരിയ ആണ്, അതായത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നാണ് നമ്മുടെ പേപ്പറിന്റെ പേര്. ഓക്കെ, അപ്പൊ അതില് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ നമുക്ക് റീസെന്റ് കുറെ PSC എക്സാം നടന്നതുകൊണ്ട് തന്നെ, അതായത് കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് എക്സാം നടന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിരിക്കും. മീൻസ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന ഒരു ടൈമാണിത്. അപ്പോ ഒരു 3 മാസം ആണ് നിങ്ങളെ മുന്നിലുള്ളത്. അതായത് ഡിസംബറിലെ എക്സാം ആണ് നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 3 മാസത്തിനുള്ളിൽ ഈ നിങ്ങളെ കയ്യിലുള്ള കുറച്ച് കോൺസെപ്റ്റും നിങ്ങളുടെ ഒരു സബ്ജക്ട് നോളജും പ്ലസ് അതിന്റെ കൂടെ പേപ്പർ 1ന്റെ കോൺസെപ്റ്റും കൂടെ നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നെറ്റ് അല്ല JRF ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത 99% ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാം, ക്ലാസ് ഫോളോ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് സിലബസ് നിങ്ങളെ പരിചയപ്പെടുത്താം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷനിൽ നമുക്ക് 10 യൂണിറ്റ് ആണ് വരുന്നത്. 10 യൂണിറ്റിൽ 10 മാർക്ക് എന്നാണ് പൊതുവെ പറയാറുള്ളതെങ്കിലും അത് നമ്മൾ ഓരോ എക്സാം കഴിയുന്നതിനനുസരിച്ച് അത് വാരി ചെയ്യും. ചിലപ്പോൾ ചില യൂണിറ്റിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ചില യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. അപ്പൊ അത് ഓരോ എക്സാം കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് ആ ഒരു 10 പേപ്പർ 10 മൊഡ്യൂൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. അപ്പൊ അതില് ഓക്കെ, അപ്പം ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് മാത്തമാറ്റിക്കൽ ലോജിക്, സെറ്റ് ആൻഡ് റിലേഷൻ, ഗ്രാഫ് തിയറി, ഒപ്റ്റിമൈസേഷൻ, കൗണ്ടിങ് തിയറി, ഇങ്ങനത്തെ കുറച്ച് സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ മാത്സ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ 10 യൂണിറ്റും 10ഉം കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് നമ്മൾ പഠിക്കുമ്പോഴേക്കും 3 മാസത്തിലും കൂടുതൽ വേണ്ടതെന്നൊക്കെ. പക്ഷെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഡിസംബർ മാസത്തിലുള്ള ആ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാത്സിന്റെ പേപ്പറിൽ നിന്നും മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ഈ ഗ്രാഫ് തിയറി ആണ്. അപ്പോൾ ഗ്രാഫ് തിയറിനെ ആ രീതിയിൽ ഓരോ 10 യൂണിറ്റിൽ നിന്നും ഓരോ
ടോപ്പിക്കിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓർത്തിരിക്കുക, ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ്റെ അകത്ത് ഗ്രാഫ് തിയറി എന്ന് പറയുന്ന ടോപ്പിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ യൂണിറ്റ് ആണ് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ. ഈ ഒരു മൊഡ്യൂൾ നമുക്ക് HSSTന്റെ സിലബസിൽ ഉണ്ടായിരുന്നതാണ്. അതിൽ കുറച്ച് ടോപ്പിക്സ് മാത്രം അഡീഷൻ ആയിട്ട് വരുന്നുണ്ട്. അതും കൂടെ നമ്മളെ സിലബസിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിജിറ്റൽ ലോജിക് സർക്യൂട്ടും പിന്നെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ, ഈ ഒരു പോർഷനാണ് നമുക്ക് അധികവും നെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ. ഹാർഡ്വെയർ കൺട്രോളും മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റിൽ നിന്നാണ്. അപ്പൊ അങ്ങനത്തെ ഏരിയയിലൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ദെൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ഇതിൽ നമുക്ക് സി പ്രോഗ്രാമിങ്ങും C++ഉം പിന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഒക്കെ ആയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൺസെപ്റ്റ് ആണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ് വരുന്നത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ആവശ്യമുള്ളത് മാത്രം ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. എല്ലാം നമ്മൾ പഠിച്ച് നമുക്ക് നെറ്റ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ ഗ്രാഫിക്സ് എന്നൊക്കെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നന്നായിട്ട് പഠിക്കുക. ദെൻ DBMS നമുക്കറിയാം, ഇപ്പൊ നെറ്റ് എക്സാമിന്റെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് ഡേറ്റ വെയർഹൗസിങ്ങും മൈനിങ്ങും NoSQLും ബിഗ് ഡാറ്റയും എന്നുള്ള ടോപ്പിക് ഒക്കെയാണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റും കൂടെ നമ്മൾ പുതിയതായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് HSSTയിൽ നമുക്ക് ആ ഒരു ടോപ്പിക് ഇല്ലായിരുന്നു. അപ്പോൾ DBMSന്റെ അകത്ത് നമ്മൾ ആ ഒരു പുതിയ ന്യൂ ടോപ്പിക് ആയിട്ടുള്ള ബിഗ് ഡാറ്റയും ഡാറ്റ മൈനിങ് ഒക്കെ നമ്മൾ ഒന്നുകൂടെ പരിചയമാക്കുക. ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ HSSTന്റെ സിലബസ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരുവിധം സിമിലർ ആണ്. അതിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ ആയിട്ട് വരുന്ന ചെറിയ ടോപ്പിക്സ്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് അഡീഷണൽ ടോപ്പിക് മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പം അതും നമ്മൾ കവർ ചെയ്യുന്നതാണ്. ദെൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് അറിയാം, പക്ക തിയറി പേപ്പർ ആണ്. ആ തിയറി നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടെസ്റ്റിംഗ് ആണ്. പല ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. ആ ടെസ്റ്റിങ്ങിനെ കുറിച്ച് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നല്ലോണം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പം ആ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കൂടെ നമ്മൾ വളരെ ഭയങ്കര ടഫ് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ലാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ട് നമ്മൾ കവർ ചെയ്യാം. ദെൻ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം. ഡാറ്റ സ്ട്രക്ചറും അൽഗോരിതം ഒക്കെ നമ്മൾ HSSTന്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ചില ടോപ്പിക്സും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ടിയോസിയും കമ്പൈലറും എന്ന് പറയുന്നത് നെറ്റിന്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ് ടിയോസിയും കമ്പൈലർ. അപ്പം ടിയോസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കുറച്ച് പ്രോബ്ലംസും അങ്ങനത്തെ കുറച്ച് മാച്ച് ദ ഫോളോയിങ്ങും ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു പേപ്പറും അതായത് ഒട്ടും പഠിക്കാതെ ഇരിക്കരുത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ടിയോസിയും കമ്പൈലറും. ദെൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നമ്മളെ HSSTന്റെ സിലബസ് ആയിട്ട് ഉണ്ടെങ്കിലും ഒരുപാട് അധികം എഡിഷൻ വരുന്നുണ്ട്. ഡേറ്റ കമ്മ്യൂണിക്കേഷൻ പാർട്ട് നമുക്ക് HSSTന്റെ അകത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പാർട്ട് നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ OSI, TCP, IP ലെയേഴ്സ് അത് നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മൊബൈൽ ടെക്നോളജി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, അതിലൊരു മൊബൈൽ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ് നമുക്ക് കവർ ചെയ്യാൻ കുറച്ചുകൂടി ഉള്ളത്. അപ്പം ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് പഠിക്കാം. ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI എന്ന് പറയുന്നത് ഇപ്പം പുതിയതായിട്ട് സിലബസിൽ ആഡ് ചെയ്ത ഒരു ടോപ്പിക് ഏരിയ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. AI-നെ അതായത് AI ഇപ്പം റീസെന്റ് നടന്ന നെറ്റ് എക്സാമിനൊക്കെ AIക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 10ൽ കൂടുതലായിട്ടുള്ള മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് AI-ന്റെ അകത്ത് ചോദിക്കുന്നുണ്ട്. AI-ൽ ഫസ്സി എന്ന് പറയുന്ന ഭാഗത്തു നിന്നും പ്രോബ്ലം ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ അതിന്റെ കോൺസെപ്റ്റ് വൈസ് ആയിട്ടും AI-ൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ AI എന്നുള്ള പോർഷനും നമ്മൾ വൃത്തിക്ക് എന്തായാലും പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു
10 മൊഡ്യൂളും നമ്മൾ എന്തായാലും ജസ്റ്റ് നമുക്ക് അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് പിക്ക് ചെയ്ത് അതിൽ നല്ലോണം MCQ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിനെ സ്ട്രെസ് ചെയ്യും. അതിന്റെ കൂടെ നമ്മൾ പേപ്പർ 1 10 പേപ്പറും കൂടെ പഠിക്കുകയാണെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് JRF കിട്ടുന്നതാണ്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ സിലബസ് തീർക്കുക, നമ്മളെ പ്രിപ്പറേഷൻ 3 മാസം കൊണ്ട് സെറ്റ് ആക്കുക. ഓക്കെ, ഇനി കഴിഞ്ഞ ഒരു എക്സാം എന്ന് പറയുന്നത് ഓഫ്ലൈൻ നടന്ന എക്സാം ആയിരുന്നു. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ജസ്റ്റ് ഒരു അനാലിസിസ് പറയാം. നിങ്ങൾ അതായത് അടുത്ത എക്സാമിനും ഈ ഒരു അനാലിസിസിലായിരിക്കും ക്വസ്റ്റ്യൻ ഇടുക എന്നുള്ളത് യാതൊരു എന്താ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇത് നമ്മൾ കഴിഞ്ഞ ഈ ഒരു ഓഫ്ലൈൻ എക്സാമിന്റെ ഒരു പാറ്റേൺ മാത്രം ഒന്ന് അനാലിസിസ് ചെയ്തതാണ്. അപ്പോൾ ഇത് വാരി ചെയ്യാം, ഓരോ എക്സാം കഴിയുന്നതിനനുസരിച്ചും ഓരോ ക്വസ്റ്റ്യൻ വരുന്നത്, അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സും പ്രയോറിറ്റിയും ഒക്കെ ചേഞ്ച് ആവും. എന്നാലും നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ സ്ട്രക്ചർ, ഡിസ്ക്രീറ്റ് സ്ട്രക്ചറിൽ നിന്നും 14 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ ചോദിച്ചു. ദെൻ ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന് 8 ക്വസ്റ്റ്യൻസ്. Then DBMS and 10 questions, then operating system 10 questions, software engineering 7 questions, then data structure and algorithm 9 questions, TOC 11 questions, and data communication 11 questions, AI 10 questions. കഴിഞ്ഞ എക്സാം നിങ്ങൾ നോക്കിയിട്ടുണ്ട് അറിയാം, ഒരുപാട് ഡയറക്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് ഒരു 36 മാർക്സിന്റെ ആ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് 36 ക്വസ്റ്റ്യൻസ് എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് നെറ്റ് എക്സാമിന്റെ ഒരു പാറ്റേൺ അറിയാം, അതായത് ഡയറക്റ്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറച്ച് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ക്രോണോളജി അതായത് ഇയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള ക്രോണോളജി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ കോംപ്രഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ദെൻ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത്രയുമാണ് നെറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ഏതൊക്കെ ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏതൊക്കെ മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാത്സ് ഫോളോയിങ് ഉണ്ട്, ക്രോണോളജി ഉണ്ട്, കോംപ്രഹെൻഷൻ ഉണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കണം നമ്മുടെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഓരോ മൊഡ്യൂൾ എടുക്കുകയാണെങ്കിലും, ഇപ്പം നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ നെറ്റ്വർക്കിൽ നിന്നും നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ പഠിക്കാം. പിന്നെ നമുക്ക് അതിൽ നിന്ന് മറന്നു പോകുന്ന കുറച്ച് ഇക്വേഷൻസും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂമറിക്കൽ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അതൊക്കെ നമ്മൾ വേറൊരു നോട്ടിന്റെ അകത്ത് പോയിന്റ് ഔട്ട് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ ലാസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ ഒരു രീതിയിൽ 10 യൂണിറ്റും നിങ്ങൾ ഇതേപോലെ ക്വസ്റ്റ്യൻ ടൈപ്പിനനുസരിച്ച് കാറ്റഗറി ചെയ്തിട്ട് പഠിച്ച് ഒരു റിവിഷൻ നോട്ട് സെപ്പറേറ്റ് മാറ്റി വെക്കുകയും ചെയ്യണം. അങ്ങനെ കൂടെ ചെയ്ത് പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റ് എന്തിനാ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, അതായത് 150 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 3 മണിക്കൂറിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ 50 ക്വസ്റ്റ്യൻസ് പേപ്പർ 1 നമ്മൾ മാക്സിമം ഒരു 1 അവർ, അതിൽ കൂടുതൽ നമ്മൾ പേപ്പർ 1 സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പം ആ ഒരു 1 അവർ കഴിഞ്ഞ് ബാക്കിയുള്ള 2 അവേഴ്സ് നമ്മൾ പേപ്പർ 2 വേണ്ടിയിട്ടുള്ള ആ ഒരു പേപ്പർ 2 മാക്സിമം സ്കോർ ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയിരിക്കണം 2 അവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ഈ 10 മൊഡ്യൂളിൽ നിന്നും എല്ലാം പഠിച്ച് നമുക്ക് അത് റീകോൾ ചെയ്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് സമയം പോകും. അപ്പൊ നമ്മൾ അത്രയും ആ ഒരു ഡയറക്റ്റ് ഈ ഒരു കാറ്റഗറി, ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിനനുസരിച്ചാണ് നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ ടൈപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നമ്മൾ എഴുതി വെച്ച കുറെ കാര്യങ്ങൾ നമുക്ക് റീകോൾ ആവുകയും അതിലൂടെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ ക്ലാസ് 3 മാസത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നെറ്റ് അല്ലെങ്കിൽ JRF എന്നുള്ള JRF തന്നെ നിങ്ങൾ എയിം ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ളത്
ഞങ്ങൾ ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. ദെൻ റെഫറൻസ് ആയിട്ട് ഞാൻ ഇവിടെ ഒരു സൈറ്റ് വെച്ചിട്ടുണ്ട്. അതായത് സമഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. ആ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് നെറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ കിട്ടും. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതായത് ഒരു 10 ഇയേഴ്സിലെ മാക്സിമം 10 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം, മീൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് നിങ്ങൾക്ക് വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് UGCന്റെ പ്ലാറ്റ്ഫോമിനനുസരിച്ച് അതേ രീതിയിൽ തന്നെ നിങ്ങളിപ്പം സിലബസ് കവർ ചെയ്തോ അല്ലെങ്കിൽ പഠിച്ചോ അതൊന്നും നോക്കിയിട്ടല്ല, ജസ്റ്റ് നമ്മളെ ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ്, അതായത് 150 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങളിപ്പോ പഠിച്ചോ പഠിച്ചില്ലോ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. കാരണം പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ടൈം മാനേജ് ചെയ്യാനുള്ള ഒരു ആ ഒരു ഇതിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. അപ്പം ആ ഒരു വീക്ക്ലി നടത്തുന്ന എല്ലാ മോക്ക് ടെസ്റ്റിലൂടെയും ഈ 3 മാസം കൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 10 ഇയേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ PYQ ആയിരിക്കും. അതിൽ കൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു എക്സാം ടൈമിൽ ഡിസംബർ ആവുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് നല്ല കോൺഫിഡന്റ് വരും. ഇനി ആ ഒരു ഇപ്പൊ നിങ്ങൾ ഒരു നെറ്റിന് പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് അപ്പൊ ഏതെങ്കിലും ഒരു PSC നോട്ടിഫിക്കേഷൻ, ഏത് ടെക്നിക്കൽ എക്സാം ആയിക്കോട്ടെ, ഏത് ടീച്ചിങ് പോസ്റ്റുള്ള എക്സാം എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അവിടെയും യൂസ്ഫുൾ ആവും ഉറപ്പായിട്ടും. പിന്നെ കോളേജിലേക്ക് വിളിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നെറ്റിന്റെ ആ ഒരു സിലബസ് ബേസ്ഡ് ആയിരിക്കും കോളേജിയേറ്റിന്റെ സിലബസ് വരുന്നത്. അപ്പം ഏറ്റവും നല്ല എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾ ഇപ്പോഴേ നോട്ടും റിവിഷൻ നോട്ടും സ്ട്രാറ്റജിയും മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഷുവർ ആയിട്ടും നെറ്റ് JRF കിട്ടും. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം ഇത്രയാണ് നമ്മളെ പ്ലാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ എടുക്കുന്നത് 3 മാസം കൊണ്ട് നിങ്ങളെ നെറ്റ് അല്ലെങ്കിൽ JRFലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് ആണ്. അപ്പൊ അതിനനുസരിച്ച് അതിനകത്തേക്ക് നിങ്ങളെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതും വളരെ അതായത് അതിനൊരു വലിയൊരു വലിയൊരു ഇതുണ്ട്. അതായത് നിങ്ങളും കൂടെ അതിന്റെ അകത്ത് ഇൻവോൾവ് ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് JRF നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ JRF അല്ലെങ്കിൽ നെറ്റ് നിങ്ങളെ കയ്യിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു 3 മാസം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ.